ഏകദേശം ഡ്രസ്സ് ലോഡിങ് ഉദ്ദേശിക്കുന്നത് ഏകദേശം 3/4 ലോഡ്. ഇതാണ് നമ്മൾ പറയല്. അതായത് കുറഞ്ഞ ക്യാപ്പ് മുകളിൽ കാണുക, ഡ്രസ്സ് വൃത്തിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മുകളിൽ കാണാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ലിക്വിഡ് ഒഴിച്ച് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ടാപ്പ് ഒന്നും ചെയ്യാനില്ല, ടാപ്പ് ഓൾറെഡി ഫുൾ ടൈം ഓൺ ആക്കാം. അതിനുശേഷം മെഷീൻ്റെ പവർ ഓൺ ചെയ്യുക. ഇനി മിക്സ്ഡ് ഡയറി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പ്രോഗ്രാം നമ്മൾ പറയില്ലേ. അത്യാവശ്യം ചളിയുള്ള പവർ എടുത്ത് തിരുമ്പ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഡയറി യൂസ് ചെയ്യാം. പിന്നെ കോട്ടൺ, അത് ഏകദേശം നമ്മളെ വീട്ടുകാർ ഒരു ദിവസത്തെ ഡ്രസ്സ് മെഷീൻ്റെ കിലോന് 8 kg യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോട്ടൺ ഈ ഒരു പ്രോഗ്രാം നമ്മൾ സാധാരണ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്ഥിര യൂസായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കോട്ടൺ ഉള്ളത് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ചളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഡയറി യൂസ് ചെയ്യാം. പിന്നെ എക്സ്പ്രസ് നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ ഫംഗ്ഷനൊക്കെ പോയി വന്ന ഡ്രസ്സാണ്, 2 തവണക്കുള്ളൂ എന്നുണ്ടെങ്കിൽ മുകൾക്കൊന്നും വരാൻ പാടില്ല, 2 തവണ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നല്ല എക്സ്പ്രസ് യൂസ് ചെയ്യുക. സിന്തറ്റിക് പറഞ്ഞാൽ നമ്മളെ വിരിപ്പ് ഐറ്റംസ്, പുതപ്പ് വിരിപ്പ് ഐറ്റംസ്. പിന്നെ ഡെലിക്കേറ്റ്സ്, ഹോസ്പിറ്റലൈസ്ഡ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഡെലിക്കേറ്റ്സ് യൂസ് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റൽ ഡ്രസ്സ്, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ സാരി ഐറ്റംസ് കേട്ടോ വരുന്നത്. പിന്നെ ബൾക്കി ബ്ലാങ്കറ്റ്, കർട്ടന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ബ്ലാങ്കറ്റും കർട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാം. ബേബി വെയർ, കുട്ടികളുടെ ഡ്രസ്സ് തിരുമ്പുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. യൂണിഫോം ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. റിങ്സ് സ്പിൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് സോക്ക് ചെയ്ത് വെച്ച് ഇതിൽ വെച്ച് ഒലിമ്പ് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാം. ഇനി വരുന്നത് ഇവിടെ വരുന്നത് നമ്മളിത് സോക്ക് ചെയ്ത്, അതായത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഒന്നും ഉണ്ടാവില്ല, അതായത് വാഷ്, റിങ്സ്, സ്പിന്നൊന്നും ഉണ്ടാവില്ല, സോക്ക് മാത്രം. പിന്നെ അതേപോലെ വാഷ് വേണമെന്നുണ്ടെങ്കിൽ വാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇത് വെള്ളത്തിൻ്റെ അളവ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഈ 2 പ്രോഗ്രാം ഇല്ലാത്ത മറ്റുള്ള എല്ലാ പ്രോഗ്രാമിലും വെള്ളത്തിൻ്റെ അളവ് സെറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഓട്ടോമാറ്റിക്, ഇത് 2 ഓട്ടോമാറ്റിക് സെൻസ് ചെയ്യും. മറ്റുള്ള പ്രോഗ്രാമൊക്കെ നമ്മൾ ഇതൊക്കെ 2 AI മെഷീൻ്റെ പ്രവർത്തനമാണ്, AI ആണ്. ഇത് 2 മിക്സ്ഡും. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നത് ഇവിടെ റിൻസ്, സ്പിന്ന്. ഇത് നമ്മൾ റിൻസ് പറഞ്ഞാൽ ഒൻപതിലാണെന്ന് സെപ്പറേറ്റ് ആണെന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. സ്പിന്ന് വലുപ്പം നൽകി ഉണക്കാനാണെന്നുണ്ടെങ്കിൽ സ്പിന്ന് വെക്കുക, സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഡിലേ സ്റ്റാർട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോവാണ്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഡിലേ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈ 2, 3, 4 വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയാൽ നമ്മൾ ഇപ്പോഴൊന്നും മെഷീൻ ഓണാവില്ല. ഈ 4 മണിക്കൂറിന് ശേഷം, ഈ 1 മണിക്കൂർ കാണിക്കുന്നു, ഈ മണിക്കൂറിന് ശേഷം മെഷീൻ ഓണാവും. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകണം, വരുന്ന ടൈമിൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അത്ര. ഇനിയിപ്പോൾ നമുക്ക് സോക്കും സോക്കും വേണം, വാഷും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 2 സെറ്റ് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വാഷോ റിൻസും വേണമെന്നുണ്ടെങ്കിൽ റിൻസ് വെക്കുക. ഇതെങ്ങനെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. വാഷ്, സ്പിന്ന്, റിൻസ് വേണമെന്നുണ്ടെങ്കിൽ റിൻസ്, സ്പിന്ന് സെറ്റ് ചെയ്യാം. പിന്നെ മറ്റുള്ളതിനെ വേണ്ടി കൂടുതൽ പഠിക്കാനൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ്. സാധാ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പ്രോഗ്രാം സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ടപ്ലിൻ്റെ ഫംഗ്ഷനാണ്. ഇതൊരു ഈ ഡിലേമ ഒരു 2 മാസം കൂടുമ്പോൾ ഡിലേമ ഒരു 3 സെക്കൻഡ് നെക്കി പിടിക്കുക. ഇതിങ്ങനെ ട്യൂബിന്ന് വരും, നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഒരു 2 മാസം കൂടുമ്പോൾ ഫ്രീ ആക്കിയിട്ട് ഡ്രസ്സൊന്നും ഇടാതെ ടപ്പിന് അപ്പോൾ കണ്ടില്ലേ, ഒരു 3 സെക്കൻഡ് പ്രസ്, ഹോൾഡ് 3 സെക്കൻഡ്. ടെമ്പറേച്ചർ ഡിലേമ ഒരു 3 സെക്കൻഡ് നെക്കി പിടിച്ചാൽ ട്യൂബ് ക്ലീൻ പിടിച്ച് കഴിഞ്ഞാൽ നേരെ സ്റ്റാർട്ട് ചെയ്യും. വേറെ ഒന്നും ചെയ്യാം. 2 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുട്ടികൾ കളിക്കാതിരിക്കാനുള്ള വല്ല ലോക്ക് ഉണ്ട് ഇതിൽ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയാൽ മറ്റേ നമ്മൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വിച്ച് നെറ്റിയാൽ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ നമ്മൾ കുട്ടികൾ കളിക്കാതിരിക്കാൻ വേണ്ടി ചൈൽഡ് ലോക്ക് എന്ന പരിപാടി ഉണ്ട്. ഈ റിങ്സും ഒരു 3 സെക്കൻഡ് നെക്കി പിടിക്കുക. ഇവിടെ ഒരു ലോക്കിൻ്റെ ലൈറ്റ് ഉണ്ട്, അത് കത്തും. പിന്നെ കുട്ടികളെ നെക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആവുക, അങ്ങനെ പ്രശ്നമൊന്നും കാണില്ല. കണ്ടില്ലേ? പിന്നെ സ്പിന്നിൻ്റെ ആ റിൻസിൻ്റെ ബട്ടൺ അമർത്തുക. അത് കഴിഞ്ഞിട്ട് അതായത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടികൾ വന്ന് സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ ഓഫായി. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ചൈൽഡ് ലോക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതായത് 3 സെക്കൻഡ് നെക്കി പിടിക്കുക. അപ്പോൾ ഇവിടെ ഈ ലൈറ്റ് കത്തും. ഇനി വന്ന് കുട്ടികൾ നെക്കി കഴിഞ്ഞാലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് ആവുള്ളൂ. പിന്നെ അങ്ങനെ എടുക്കുന്ന ടൈമിൽ ചൈൽഡ് ലോക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാം. 3 സെക്കൻഡ് നെക്കി പിടിച്ചാൽ ഈ ലൈറ്റ് പോകും ചെയ്യും. കണ്ടില്ലേ? ഇവിടെ വരുന്ന സ്വിച്ച് ഓഫ് ആയി. ഇതിൻ്റെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചാൽ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. വെള്ളം
കളയാൻ സ്പിൻ അടിച്ചിട്ട് പിന്നെ അടിച്ചു. അത് നമ്മൾ ഈ കോട്ടനുള്ള പ്രോഗ്രാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, ഉണങ്ങിയിട്ടേ കിട്ടുള്ളൂ. സെറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ചെയ്യാനുണ്ടാവും. കോട്ടൺ കൊടുക്കാൻ നല്ലതല്ലേ? ഫുള്ളോട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഇവിടെ ക്ലീനിങ് ഇതുണ്ട്. ഇത് നമ്മൾ അടിയിൽ പ്രസ് ചെയ്ത് കൊടുത്ത ഈ സാധനം നമുക്ക് വരാറുണ്ട്. ഒരു ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് എടുത്ത് തോന്നുന്നു ക്ലീൻ ചെയ്ത് ആ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത്. ഇതിന്റെ ഉള്ളില് ചളിക്കണം, ഈ ഇതിന്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ നിങ്ങള് ഡ്രസ്സ് നമുക്ക് ചളി പിടിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പിടിക്കലാണ്. പൗഡർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യും. അതേ നമുക്ക് ഈരാകുമ്പോൾ ഉറക്കലറിയില്ല, നമ്മുടെ ടൈറ്റ് അറിയില്ല. ക്ലീൻ ചെയ്തിട്ട് പേരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇന്ത്യ